പറയുന്നു തികയൂല, മോഹങ്ങൾ തീരൂല. കോടികളുടെ ആസ്തി ഉണ്ടായാലും പിന്നെയും പിന്നെയും മോഹമാ. പണത്തിനോട് വല്ലാത്ത ആസ്തിയാണ്. പടച്ചവരെ കോടിക്കണക്കിന് ആസ്തിയുണ്ട്, എന്നാലും അവന്റെ ആഗ്രഹം തീരൂല. പിന്നെയും പണം ഇങ്ങനെ വാരിക്കൂട്ടാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നിനക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പണമുണ്ടെങ്കിലേ ജീവിതത്തിലെ സന്തോഷമുള്ളൂ എന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? അല്ല പറഞ്ഞോ? അള്ളാന്റെ റസൂല് പറഞ്ഞോ? സ്വഹാബികള് പറഞ്ഞു തന്നോ? പണ്ഡിതന്മാര് പറഞ്ഞു തന്നോ? ആരാണ് നിനക്ക് പറഞ്ഞു തന്നത് പണമുണ്ടെങ്കിലേ സമാധാനമുള്ള എന്ന്? പിന്നെ തെറ്റിദ്ധാരണയാ മോളെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, പണത്തിനോട് ആർത്തി വേണ്ട. ഹലാലും ഹറാമും നോക്കാതെ ഒരുത്തനും വാരിക്കൂട്ടണ്ട. പടച്ചവനെ എല്ലാത്തിനും മോഹമാണ്. ഹജ്ജിന് പോയിട്ട് വന്നവന് പലിശ കച്ചവടം നടത്തുന്ന കാലമാ. നിസ്കാരമുള്ളവൻ, നിസ്കാര തരമ്പുള്ളവന് പടച്ചവര് നമസ്കരിക്കുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ സത്തിൽ നിസ്കരിക്കുന്ന മനുഷ്യന്റെ പോക്കറ്റിന്റെ അകത്തും കാരുണ്യയുടെ ലോട്ടറിയാണ്. പെട്ടെന്ന് കോടീശ്വരനാകാൻ നിസ്കരിക്കുന്നതും ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ട് മനുഷ്യ വേണ്ട, മനുഷ്യ വേണ്ട. മുത്തുനബി പറയുന്ന രണ്ട് പാപങ്ങൾ ഏത് വീട്ടിൽ ചെയ്യുന്നുണ്ടോ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ ഉണ്ടെങ്കിൽ മാറ്റിക്കോടോ. ഈ പറയുന്ന രണ്ട് പാപം നീ ചെയ്യുന്നുണ്ടെങ്കിൽ മോനെ ഇന്ന് തൗബ ചെയ്തോ. ഇല്ലെങ്കിൽ നിന്റെ മക്കള് വാപ്പാ എന്ന് വിളിക്കുന്നത് കേൾക്കാ ഒരുപാട് കാലം നീയില്ല. നിങ്ങളെ ഈ പറയുന്ന ഒരു സ്വഭാവം നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നീ തിരുത്തിക്കോ. പട്ടിണി കിടന്നിട്ടാണെങ്കിലും കാല് പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും ഈ സ്വഭാവമൊന്ന് മാറ്റ്, ഈ സ്വഭാവമൊന്ന് മാറ്റ്, തിരുത്തിക്കോ. ഇല്ലെങ്കിൽ നീ വിധവയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ, ഹറാമായ പണം അവന്റെ വീട്ടിലുണ്ടോ? പണം ഏത് വീട്ടിലുണ്ടോ? ഹറാമായ സമ്പത്തി ഏത് വീട്ടിലുണ്ടോ? ആയുസ് കുറയുമെന്ന് തമാശയ്ക്ക് പോലെ കള്ളം പറയാത്ത ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ